പുഷ്പാംഗത ഓ ഇരിക്കും. വേണ്ട ജി. ആ ഇരിക്കടോ. ഞാനിവിടെ നിന്നോളാം ജി. താനൊരെണ്ണം വിട്ടോ. റം അടിച്ചാൽ എനിക്ക് വയറിളകും. അമ്മയാണ് സത്യം, എനിക്ക് വയറിളകും. നേരാമണ്ണം വയറ്റിന്ന് പോകാത്തതിന്റെ ഒരു അസ്കിയത തന്റെ മോന്തെ കാണാനുണ്ട്. എടുത്ത് കുടിക്കണം. കിഷൻജി നീ ചത്തില്ലേ എന്നാ ഇരിക്കടാ നായിന്റെ മോനെ എന്നവന് ഹിന്ദി പറഞ്ഞുകൂട്. ജി എനിക്ക് ഹിന്ദി അങ്ങനെ വലിയൊരു പിടി. ഇങ്ങനെയൊക്കെ ആണല്ലോടോ ഭാഷ പഠിക്കുന്നത്. ട്രൈ बैठिए कुत्ते का बेटा. करेक्ट. किशन जी अब तो अपन को कोई जिम्मेदारी नहीं है, अपन को अपने साथ रख लो, वरना पुलिस के जूते खाकर मर जाऊंगा. थोड़ी दया करो. ദയ യാചിക്കുന്നവനും ദയ തോന്നുന്നവനും ഈ പണിക്ക് പറ്റില്ല. നിന്നെ അറിയേണ്ടവരെല്ലാം നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സമയമാകുമ്പോ തേടി വന്നോളും. അങ്ങനെ അല്ലാതെ താൻ ആദ്യം വേണ്ടത് മനസ്സിൽ നിന്ന് ദയ, കാരുണ്യം ഇതെല്ലാം എടുത്ത് ദൂരെ കളയണം. പിന്നെ റം അടിച്ച വയറിളകുകയും ചെയ്യരുത്. ഇവനൊരു ചുക്കും മനസ്സിലായിട്ടില്ല. നിനക്ക് മനസ്സിലായി? ഓ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അവൻ ദയ ചോദിച്ചു, അപ്പൊ അവൻ ഈ പണിക്ക് പറ്റില്ല. ഇപ്പൊ കൃഷ്ണൻജി ദയ കാണിച്ചാൽ കൃഷ്ണൻജി ഈ പണിക്ക് പറ്റാത്ത ആളാവും. നീ കൊള്ളാടാ. പേര് പുഷ്പാങ്കതനായി പോയെന്നേ ഉള്ളൂ. താങ്ക്സ്. ഒരു കാര്യം ചെയ്യ, നീ മനസ്സിലാക്കിയ കാര്യങ്ങള് അവനെ ഹിന്ദി പറഞ്ഞ് മനസ്സിലാക്കി. അത് കാറ് അത് ഞാൻ ഡ്രൈവ് ചെയ്ത് പൊയ്ക്കോളാം. തൂ ബൈ वो हिंदी में समझा दे. ഒന്നുമില്ല. बात ये है कि तुम दया मांगा था ना. മമ്മി മമ്മി കിഷൻ തന്നെയാ. ഞാൻ ഡോർ ഓപ്പൺ ചെയ്യാനേ. വെയിറ്റ് 1 മിനിറ്റ്. റെഡി അപ്പൊ പറയണേ. പറയാം. റെഡി. फ्यूज हुआ है. मम्मी मम्मी Happy birthday to you. Happy birthday to
ഡിന്നർ കഴിച്ചില്ലെങ്കിൽ മമ്മി നിന്നോട് പണം. ഓക്കെ? ഉം. വാ, നിനക്കൊരു കാര്യം കാണിച്ചു തരാം. ആനന്ദു ഏൽപ്പിച്ചിട്ട് പോയതാ. കിച്ചു, വീട്ടിലെല്ലാവർക്കും നിന്നെ കാണാൻ മോഹമുണ്ട്. നീ കരുതും പോലെ ആർക്കും നിന്നോട് ഒരു ദേഷ്യവുമില്ല. നീ വരണം, വരുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഹാപ്പി ബർത്ത്ഡേ. എന്ത് സ്നേഹം അവന് നിന്നോട്. നിനക്കൊന്ന് വീട് വരെ പോയാലെന്താ, എല്ലാവർക്കും സന്തോഷാവൂലേ? മമ്മി, അവനീ എഴുതി വച്ചിരിക്കുന്ന പോലെ അവിടെ ആരും എന്നെ കാണാൻ കൊതിച്ചിരിക്കുന്നൊന്നുമില്ല. ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നത് അവനൊരുത്തം മാത്രമാണ്. അച്ഛൻ കാണാൻ എന്നെ ഒന്ന് ചേർത്തണയ്ക്കാൻ പോലും അമ്മയ്ക്ക് ഒരിക്കലും ധൈര്യം ഉണ്ടായിട്ടില്ല. ആ അച്ഛൻ ഇനി മാറാനാവില്ല. അമ്മയ്ക്ക് ധൈര്യവും വരില്ല. എനിക്കറിയാം. കിച്ചുവിൻ്റെ ചെറിയ ചെറിയ വികൃതികൾ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ വീട് എങ്ങനെയാ മമ്മി ഈ കിഷൻജിയെ സ്വീകരിക്കുക? എനിക്കിനി ഇങ്ങനെയൊക്കെ ഒടുങ്ങിയ മാർഗമുള്ളൂ. അമ്മയുടെ സ്നേഹത്തോടെയുള്ള ഒരു തലോടൽ, അതൊരു കൊതിയായിട്ട് ഇപ്പോഴും. മോനെ, വാ, ഫുഡ് കഴിക്കാം. എന്തിനായിരിക്കും അവർ മെഹബൂബിനെ കൊന്നതെന്ന് മുഹമ്മദിന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? അതെങ്കിലും അറിയാൻ ശ്രമിച്ചില്ലെങ്കിൽ മെഹബൂബിനോട് കാണിക്കുന്ന നെറിയേടാവില്ലേ മുഹമ്മദ്? അത് അവനോട് മാത്രം പ്രത്യേകിച്ച് ശത്രുത ഉണ്ടാവാൻ ഈ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും അവരുടെ ഗാങ്ങിലുള്ള ആരെങ്കിലുമായിട്ട് മുഹമ്മദ് ഓർത്തു നോക്ക്. റെഡ്ഡിയുടെ ഗാങ്ങിലുള്ള ഒരാൾ നിക്കാഹ് കഴിക്കുന്നതുകൊണ്ടോ കുടുംബമാവുന്നതുകൊണ്ടോ ഗോവിന്ദജിക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല. അഥവാ ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് റെഡ്ഡിക്കായിരിക്കും. റെഡ്ഡിക്ക് വേണ്ടി ഗോവിന്ദജിയുടെ ആൾക്കാർ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയാത്ത എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്കിടയിലുണ്ടെന്നർത്ഥം. ചിലപ്പോ നമ്മൾ കരുതുന്ന പോലെ റെഡ്ഡിയും ഗോവിന്ദജിയും ശത്രുക്കളായിക്കൊള്ളണമെന്നില്ല, അല്ലേ? അതിനാര് പറഞ്ഞു നിക്കാഹ് കഴിച്ചതിനാണെന്ന്? ഒരു ഊഹം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു സത്യം, അവർക്കൊക്കെ ഈ സ്നേഹത്തെ പേടിയാണ്. പെണ്ണും കുടുംബമൊക്കെ ആവുമ്പോ ചാടി പുറപ്പെടുന്നതിന് മുമ്പേ അറിയാതെയെങ്കിലും ഒന്ന് മുന്നും പിന്നും ഒക്കെ ആലോചിച്ചു പോകൂലേ? അവരുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരുത്തൻ ഒരു പെണ്ണിന്റെ സ്നേഹം കൊണ്ട് എന്തെങ്കിലും മാറി ചിന്തിച്ചാൽ അവർക്കത് അപകടമല്ലേ? ഈ ഗാങ്ങുകൾ വിട്ട് പുറത്തു പോകാൻ അവർ നിങ്ങളെ ഒന്നും അനുവദിക്കില്ല മുഹമ്മദ്. രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. മുഹമ്മദിനും കിഷൻജിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഒരു വഴി, ഈ റെഡ്ഡിയും ഗോവിന്ദജിയും ഇല്ലാതാവണം.